കണ്ടില്ലേ, ഒരിക്കലും നിങ്ങൾ ഒരു സുപ്രഭാതി ഇറങ്ങി ഇങ്ങനെ ഓടാൻ പോകരുത്. ഓടാൻ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഞൊരയും പതയും വന്ന് ഏതെങ്കിലും റോഡിന്റെ സൈഡിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുക. ഇപ്പൊ ഞാൻ ഓടിയിട്ട് വന്നുകൊണ്ട് തന്നെ ഞാൻ ഇനി കുറച്ച് ഗ്രൗണ്ട് എക്സസൈസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വേറൊന്നുമില്ല, കുറച്ച് പുഷപ്പ്, സിറ്റപ്പ്, ഡെഡ് ലിഫ്റ്റ് വിത്ത് റേസ്. ഡെഡ് ലിഫ്റ്റ് വിത്ത് റേസ് എന്ന് പറഞ്ഞാൽ ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്ന ലിഫ്റ്റ് ചെയ്യും, അതായത് തന്നെ അതേ പൊസിഷൻ തന്നെ നിന്ന് റേസ് ചെയ്യും. ഈ ഡെഡ് ലിഫ്റ്റ് വിത്ത് റേസ് ഞാൻ കൈനിട്ട പേരാണ്. അപ്പൊ ഞാനിത് ചെയ്തത് 100% കറക്റ്റ് അല്ല. അതുകൊണ്ട് ഇത് കണ്ട് ആരും കോപ്പി പേസ്റ്റ് ചെയ്യാതിരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഞ്ചുറി വരാൻ ചാൻസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വർക്കൗട്ടിലോട്ട് പോകാം. ഒരുവിധം ഞാൻ വർക്കൗട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട്. ആ സിറ്റപ്പ് പുഷപ്പ് കുഴപ്പമില്ലായിരുന്നു. ആ ഡെഡ് ലിഫ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഒരു 5 എണ്ണം ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ തല കറങ്ങി. ഞാൻ ഒരുവിധം ചെയ്ത് തീർത്ത്. ഒരുപാട് നാള് വർക്കൗട്ട് വർക്കൗട്ട് ചെയ്ത് തുടങ്ങിയുള്ള കുഴപ്പം ഇതൊക്കെയാണ്. മൊത്തത്തിൽ അൺഫിറ്റാണ്. എന്നിട്ട് തലകറക്കം കൂടെ വന്നപ്പോഴത്തേക്ക് ഒരുമാതിരിയായി. മൊത്തത്തിൽ വീർത്ത് കുളിച്ചിരിക്കുക. എന്തായാലും നമുക്ക് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. നമ്മളങ്ങനെ കുളിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കണം. ഇത്രയും നാൾ നമ്മൾ നല്ല രീതിയിൽ ഫുഡ് കഴിച്ചിട്ടൊരു സുപ്രഭാതത്തിൽ ഫുഡ് കുറയ്ക്കുമ്പോൾ പെട്ടെന്ന് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ഞാൻ ശ്രമിക്കും. നോർമലി ഞാനൊരു ഇഡലി ആണെങ്കിൽ ഒരു 5-6 ഇഡലി, ദോശയാണെങ്കിൽ 5-6 ദോശയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഇനി അത് 2-3 പയ്യെ കുറയ്ക്കണം. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഫുഡ് എടുത്തിട്ടുണ്ട്. ഇഡലിയാണ്. സാധാരണ ഇതിനകത്ത് ഒരു 6-7 ഇഡലി വരണ്ടയാ. ഞാനതിപ്പം 3 എണ്ണം എടുത്തിട്ടുള്ളൂ. അപ്പം ഫുഡ് കഴിച്ചിട്ട് ബാക്കി സംസാരിക്കാം. അങ്ങനെ സമയം ഏകദേശം 2:30 ആവുന്നുണ്ട്. നമ്മൾ രാവിലെ ഒരു 8-8:30 ആയപ്പോഴാണ് രാവിലത്തെ കാപ്പി കുടിച്ചത്. അതിനുശേഷം അതിന്റെ ഇടയ്ക്കൊന്നും നമ്മൾ കഴിച്ചില്ല. അങ്ങനെ കഴിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ചു നേരം ബുക്ക് വായിച്ച്, അതിനുശേഷം പിന്നെ കുറച്ച് TV കണ്ട്, പിന്നെ കുറച്ചു നേരം അങ്ങോട്ട് തേരപ്പാല നടന്ന്, പിന്നെ കുറച്ചു നേരം വിശക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളവും കുടിച്ചു. എന്തായാലും നമുക്ക് ഇടയ്ക്കൊന്നും കഴിക്കാതിരിക്കാൻ നമുക്ക് പറ്റി. അത് തന്നെ വലിയ കാര്യം. പിന്നെ നമ്മൾ ഡയറ്റാന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഫുഡ് കഴിക്കാതിരിക്കല്. അങ്ങനെ ഫുഡ് കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നന്നല്ല. അപ്പം എങ്ങനെ പറഞ്ഞു തരാമെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് ഒരു ദിവസം പ്രവർത്തിക്കണമെങ്കിൽ ഒരു 2500 കലോറി വേണമെന്ന് വിചാരിച്ചു. അതിൽ നമ്മളൊരു 200-300 കലോറി നമ്മൾ ആദ്യ ദിവസങ്ങളിൽ കുറച്ച് കഴിക്കുക. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോകുമ്പം ഈ നമ്മുടെ വെയിറ്റ് പയ്യെ കുറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറയുന്നില്ലെങ്കിൽ അതിൽ നിന്നും ഒരു 200-500 കലോറി വീണ്ടും കുറച്ച് കഴിക്കുക. അപ്പോൾ വീണ്ടും നമ്മുടെ വെയിറ്റ് ലോസ് പയ്യെ വരും. അങ്ങനെ നമ്മൾ വെയിറ്റ് കുറയ്ക്കണം. അല്ലാതെ കഠിനമായ പട്ടിണിയൊക്കെ കടന്ന് അങ്ങനെ നമ്മൾ വെയിറ്റ് കുറയ്ക്കാതിരുന്ന നമ്മുടെ ശരീരത്തിന് നന്നല്ല. ഇപ്പോൾ സമയം ഏകദേശം 2:30 അടുക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. ഞാൻ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. ഡയറ്റ് ആയതുകൊണ്ട് നമ്മളൊന്ന് കുറച്ച് ചോറേ ഇടുന്നുള്ളൂ.
നമ്മുടെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം ഇത്രയേ ഉള്ളൂ. ഇച്ചിരി ചോറ് എടുത്തിട്ടുണ്ട്, പിന്നെ ഇച്ചിരി ചാറ്, പിന്നെ 3 ചിക്കൻ പീസ്, ഇത്രയും എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് പോയി കഴിച്ചിട്ട് വരാം. അങ്ങനെ നമ്മുടെ ഉച്ചയ്ക്കത്തെ ചോറ് ഊണലൊക്കെ കഴിഞ്ഞ് ഇപ്പം സമയം ഒരു 3:30 ആയിട്ടുണ്ട്. നമുക്കൊരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഓടാൻ പോകണം. അതിന് മുമ്പേ നമുക്കൊരു കട്ടൻ കാപ്പി ഉണ്ടാക്കി കുടിക്കണം. ഈ കാപ്പി കുടിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഉന്മേഷം കിട്ടും. കാരണം കാപ്പിയിൽ കഫേൻ്റെ കണ്ടന്റ് കൂടുതലാണ്. അതുകൊണ്ടാണ് കാപ്പി കുടിക്കുന്നത്. എന്നാൽ പിന്നെ ഒട്ടും വൈകണ്ട, ഒരു കാപ്പി ഉണ്ടാക്കി കുടിച്ചിട്ട് വരാം. അങ്ങനെ അവസാനം നമ്മൾ കാപ്പി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് കുടിച്ചിട്ട് ഡ്രസ്സ് മാറി നമുക്ക് ഓടാൻ പോകണം. എന്തായാലും ഞാൻ ഇത് കുടിച്ച് തീർക്കട്ടെ. അങ്ങനെ നമ്മൾ ഓടാൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പം സമയം ഏകദേശം ഒരു 4 മണി ആയിട്ടുണ്ട്. നമ്മൾ രാവിലെ ഓടുന്നുണ്ട്, വൈകിട്ട് ഓടുന്നുണ്ട്. പിന്നെ നമ്മുടെ വ്ളോഗ് ഇവിടെ തീരുകയാണ്. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരും. അപ്പം ബൈ.